السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة ومن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധ റമളാനിന്റെ മുന്നോടിയായി റമളാനിനെ സ്വീകരിക്കാൻ മാനസികമായും ശാരീരികമായും ഒരുങ്ങാൻ ഒരു ചെറിയ ഉപദേശം അത് നൽകുകയാണ് ഈ ക്ലാസ് കൊണ്ട് ലക്ഷ്യമായി. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ലോകത്ത് മരണം വരെ ആഗ്രഹിക്കേണ്ടതും കൊതിക്കേണ്ടതും അള്ളാഹുവിൻ്റെ കഠോരമായ നരകത്തിൽ നിന്ന് മുക്തരായി ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ അവർണ്ണനീയമായ സ്വർഗത്തോപ്പിൽ ഒരു ഇടം ലഭിക്കാൻ. അതാണ് ഒരു സത്യവിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായ കാര്യം. ബാക്കി മോഹങ്ങളൊന്നും നടക്കാത്ത മോഹങ്ങളാണ്. ഒരുപാട് മോഹങ്ങൾ മോഹിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഒരു ലാഭവും കിട്ടിയിട്ടില്ല. മോഹിച്ചിട്ട് ചിലത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിന് ലാഭം കിട്ടി. അതുകൊണ്ട് ലാഭമുള്ള ഒരു കച്ചവടത്തിലേക്കാണ് നമുക്ക് പോകുന്നത്. പരിശുദ്ധ റമളാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്നമായി റമളാൻ പാപങ്ങളെ കരിച്ചു കളയുക. റമളാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക. ഈ റമളാൻ മാസത്തിന് റമളാൻ എന്ന പേര് വരാൻ കാരണം പാപങ്ങൾ കരിച്ചു കളയുക. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ നാം ജനിച്ചത് മുതൽ പ്രായപൂർത്തിയെത്തിയത് മുതൽ ഇന്നാൾ വരെ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തവരാണ്. കൊടുക്കപ്പെടാൻ കരിച്ചു കളയാൻ പറ്റിയ ഒരു സുലഭമായ ഒരു അതിഥി നമ്മളിലേക്ക് വരികയാണ്. സാധാരണ രീതിയിൽ അതിഥികളെ സ്വീകരിക്കുമ്പോൾ നമുക്ക് രണ്ട് സ്വഭാവമുണ്ട്. ഒരു അതിഥി വരുമ്പോൾ അവരുടെ കയ്യിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കാനാണ്. ഇപ്പോൾ ഗൾഫിൽ വരുന്ന ആൾ രണ്ട് കൈയും വീശിയിട്ട് നമ്മളൊക്കെ വന്നാൽ നമ്മൾ മുഖത്തിൽ നോക്കില്ല. ആയിക്കോട്ടെ, വലിയ കുട്ടിക്ക് ചായ വെള്ളമാണ് കിട്ടില്ല. നേരെ മറിച്ച് അതിഥിയുടെ കയ്യിൽ ഒരുപാട് പാക്കറ്റുകളും നമുക്ക് തരാനുള്ള ഒരുപാട് കവറും ഒക്കെ കൈവരില്ലല്ലോ. നമുക്കുള്ളതെന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ കിട്ടിക്കോളല്ലോ. റമളാൻ എന്ന് പറയുന്ന അതിഥി വരുമ്പോൾ ഒരുപാട് പാക്കേജാണ് വരുന്നത്. ചിലപ്പോൾ കിട്ടിക്കോളില്ല. കാരണം അതിഥി നമ്മളെടുത്ത് വന്നു നോക്കുമ്പോൾ നമ്മളതിന് യോഗ്യരല്ല എന്ന് തോന്നിയാൽ നമുക്ക് ആ അതിഥി കിട്ടില്ല. കൊണ്ടുവന്ന സാധനം നമുക്ക് ലഭിക്കില്ല. എന്താണ് അവർ കൊണ്ടുവരുന്നത്? അവർ കുറച്ച് താക്കോലുകളാണ്. പരിശുദ്ധ റമളാൻ എന്ന് പറയുന്ന അതിഥി നമ്മളിലേക്ക് വരുന്നത് ചില താക്കോലുകളാണ്. ഒന്ന്, എന്നേക്കുമായി ഒരു നമുക്കുള്ള നരകത്തിൻ്റെ താക്കോൽ കൂട്ടി താക്കോൽ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സ്വർഗം അതിൻ്റെ മലർത്തിയിട്ട് അടച്ചിട്ട സ്വർഗം മലർത്തിയിട്ട്
എപ്പോൾ തുറക്കണമോ അപ്പോൾ തുറക്കാൻ, എപ്പോൾ അടക്കണമോ അപ്പോൾ അടക്കാനുള്ള അർഹമായ അതിനുള്ള യോഗ്യതയും അതിനുള്ള അധികാരവും നമുക്ക് തന്നുകൊണ്ടുള്ള താക്കോൽ, സ്വർഗത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും പൊട്ടിയടക്കാനുള്ള താക്കോലും അതുമായിട്ടാണ് തീർന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം പാപങ്ങൾ കഴിച്ചു കളയാനുള്ള ഒരു താക്കോൽ, മറ്റൊരു താക്കോൽ. ഇപ്പൊ 3 താക്കോൽ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്ന അതിന് നമ്മളിലേക്ക് കൊണ്ടുവരും. അത് നമ്മൾ കിട്ടണം. അത് കിട്ടുന്നവർ മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി ഇവിടെ നമ്മൾ കാണുന്ന കാറും ബംഗ്ലാവുകളും ഒക്കെ മത്താവുകളാണ്. നമ്മൾ വഞ്ചിക്കപ്പെടും. നമ്മൾ മനോഹരമായി നമ്മുടെ വീടുകൾ കൊടുത്തു. നമ്മുടെ കാർപോർട്ട് കുറച്ച് വരെ കണ്ടാൽ പുറത്തുള്ളവർ കണ്ടാൽ വെട്ടിത്തെറിച്ചു. നമ്മളെ ബിയ്യാപ്പിനെ കണ്ടാലോ നമ്മളെ മോളെ ഭർത്താവിനെ കണ്ടാൽ തരിച്ചു പോകും. അല്ലേ? അത്ര മനോഹരമാണ് കാര്യമില്ല. ആ മനോഹാരിത 4 ദിവസം ഓരോന്നും കണ്ടതിനെ തീർന്നു പണി. പിന്നെ മക്കളെ കൂടുക സത്യം. നമുക്കൊന്ന് കേട്ടു നോക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്ത് ആലി ഇംറാൻ നമ്മൾ അറിയിക്കുന്ന വാചകം. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഈ ഭൂമുഖത്ത് ജീവിച്ച എല്ലാ മനുഷ്യരും മരിക്കും. ഈ ദുനിയാവിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പള്ളിയിലുണ്ട്. ഞാൻ ഈ പള്ളിയിൽ വരാൻ തുടങ്ങിയതുണ്ട് ഈ നാൾ വരെ. ഇവിടെ എന്തായാലും ഇപ്പോൾ കൊറോണ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ, എന്തെല്ലാം ക്യാമ്പുകളും പരിപാടികളുണ്ട് അപ്പോഴൊക്കെ ഒരു നിറത്തിൽ ഞാൻ ഉണ്ടായി. അത് അറിയുന്നവരുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ കണ്ടു പരിചയമുള്ള ഒരുപാട് മൃഗങ്ങൾ പലരും നമ്മുടെ കൂടെ ഇല്ല. അല്ലേ? അവർ പലരും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിൽ അവർ അന്ത്യവിശ്രമം കൊടുക്കുക. ഇന്നലെയും ഈ ആഴ്ചകളിൽ നമ്മൾ ഒരുപാട് ആളുകൾ അല്ലേ? ഒരുപാട് ആളുകൾ. അള്ളാഹു അവിടെയെല്ലാം കബറും പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കബൂൽ ചെയ്യുന്ന മാസമാണ് സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധമാണ്. മുസ്തജാബിറ്റാവാൻ ഈ മാസത്തിൽ ഷെഹ്റു റമദാൻ, ഷെഹ്റു തൗബ ചെയ്യാവുന്ന മാസമാണ്. നമുക്ക് ഒരുപാട് അവസരങ്ങളുമായിട്ടാണ് വരുന്നത്. അതിഥിയെ മനോഹരമായി മാനസികമായി ശാരീരികമായി നാം സ്വീകരിക്കുക. ഒരുപാട് രോഗങ്ങളുടെ പരീക്ഷണത്തിലാണ് ലോകം കടന്നു പോകുന്നത്. വൈറസുകൾ എല്ലാവരും കൂടി കൂട്ടി വളരെ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി മെല്ലെ പരീക്ഷണത്തെ അള്ളാഹു നീക്കി തരാൻ തുടങ്ങിയപ്പോൾ മനുഷ്യന്മാർ വീണ്ടും പഴയതിനേക്കാൾ മോശമായ വീട്ടിലേക്ക് അള്ളാഹുവിനെ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2ാം വരവ് കണ്ടപ്പോൾ രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടി കഴിച്ച് കുളമാക്കി തന്ന് അവസാനം ഇനി പള്ളി കൂട്ടാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ആളുകൾ നടന്നു. അതിന് ഏറ്റവും കൂടുതൽ പേടി ഇതുവരെ കളിച്ച കളിയല്ല. നിങ്ങൾ നേരെ മറിച്ച് നോക്കേണ്ടി എത്രയോ നമസ്കരിക്കുന്ന നല്ല മനുഷ്യന്മാർ, എത്രയോ നല്ല മനുഷ്യന്മാർ. ഈ ഒരു നിലവാരവുമില്ലാത്ത രാഷ്ട്രീയത്തിൽ നിലനിൽക്കും. എന്നിട്ട് കൊറോണ ബാധിച്ച് നേതാക്കന്മാരും ലീഡർമാരും ക്യാപ്റ്റന്മാരും ഒക്കെ ഹോസ്പിറ്റലിലാണ്. അല്ലേ? നമ്മളുടെ മരണം അതുപോലെയല്ല. നാട്ടിലെല്ലാവരും മരിക്കുന്നത് പോലെ എല്ലാവരും വിളിക്കും. അതിന് ഏറ്റവും സുലഭകരമായ നമുക്ക് സന്തോഷം നൽകുന്നൊരു മരണം തരാൻ വേണ്ടിയുള്ള അതിഥിയാണ് നമ്മൾ. അതാ ഞാൻ പറഞ്ഞ മരണത്തിന് താക്കോലുണ്ട്, തൗബയുടെ താക്കോലുണ്ട്, പാപമോചനത്തിന്റെ താക്കോലുണ്ട്, അതിന്റെ കയ്യിൽ സ്വർഗത്തിന് താക്കോലുണ്ട്, നരകം പൂട്ടി വെച്ച താക്കോലുണ്ട്. തുറക്കണേ തുറക്കാം. പരിശുദ്ധ റമദാൻ കൊണ്ട് നമുക്ക് ജീവിതം കാലം മുഴുവൻ അടക്കാൻ, നരകത്തെ അടക്കാൻ, സ്വർഗത്തെ തുറപ്പിക്കുവാനുള്ള അള്ളാഹു തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാൻ അള്ളാഹു ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ അനുഗ്രഹിക്കുന്നതാണ്. നമ്മളിൽ ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നുണ്ട്. നാഥാ, ഞങ്ങളുടെ രോഗികളായി കഴിയുന്ന അവർക്ക് അള്ളാഹുവെ നീ ശാന്തിയും സമാധാനവും അനുഗ്രഹവും നൽകി അവരെയും നമ്മെയും ഈ പരിശുദ്ധ റമദാനിന്റെ മഹനീയമായ ഫലങ്ങൾ അള്ളാഹുവെ നിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമെന്നാണ്. ഞങ്ങളുടെ പ്രാർത്ഥന അള്ളാഹുവെ നീ സ്വീകരിക്കുന്നവരെ ഞങ്ങൾ ഹൃദയംഗമായി പ്രാർത്ഥിക്കുകയാണ്. ആരെല്ലാം എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ, അവരെ പരീക്ഷിക്കുന്ന കൂട്ടത്തിൽ നീ ഞങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ഞങ്ങൾ ഈ പള്ളിയിൽ ഒത്തുകൂടിയിരിക്കുന്നത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, നിന്റെ പാപമോചനത്തിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. സാധാരണ പള്ളിയിൽ കൂടുന്ന ആളുകൾക്ക് മാത്രമേ കൊറോണ വരുന്നുള്ള ഒരു അഭിപ്രായം.
എന്നിട്ട് പള്ളിയിൽ വരാത്തത്. അള്ളാഹു നേരെ കുറച്ച് കല്യാണം പോലെയല്ലോ ഒരു നിരന്ന് ഒരു പ്രയാസമില്ല. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മനുഷ്യരും ഭൂമിയിൽ മരിക്കും. അള്ളാഹു പറയുന്നു നമ്മൾ മരിക്കാൻ കാത്തിരിക്കുകയാണ്. നമ്മളെ മുമ്പേ പോയവർ അവിടെ കിടക്കുന്നുണ്ട്. എപ്പോഴാണ് നമ്മളെ കൊണ്ടാക്കത്തില്ലെന്ന് അറിയില്ല അല്ലേ? നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ പോണ്ടേ? ഏകനാണ്, നിസ്സഹായനാണ്. കൂടാനില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂട്ടുകാരില്ല, ആരുമില്ല. കാറ്റില്ല, ഫാനില്ല, AC ഇല്ല, ചൂടില്ല, ഒന്നുമില്ല. മനോഹരമായി വിശാലമായി കിടക്കുന്ന ഖബർസ്ഥാനിലേക്ക് നമ്മൾ പോകാൻ കാത്തിരിക്കുക. നമുക്ക് മുമ്പേ പോയവർ പോയി കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ മരണം ആസ്വദിക്കുക. കാട്ടിച്ച് മൂത്രിച്ച് സ്കരിച്ച് എവിടെയെല്ലാം ജ്വരങ്ങളുണ്ടോ അതിലൂടെയെല്ലാം ഏറെ കടത്താൻ വേണ്ടി ശ്രമിക്കും. അവസാനിക്കും അല്ലേ? അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഈ മരണം അള്ളാഹു നിശ്ചയിച്ചതിനാണ്. ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച നാൾ അള്ളാഹ്ക്ക് വേണ്ടി എന്തെല്ലാം നന്മകൾ ചെയ്തു അതിന് പ്രതിഫലം തരാം. അള്ളാഹുവിന്റെ എതിരിൽ എന്തെല്ലാം തിന്മകൾ ചെയ്തു അതിന് പ്രതിഫലം തരാം. അതിനാ മരിക്കുന്നത്. പരലോകത്ത് വന്നു നോക്കുമ്പോൾ നരകത്തിൽ 4 രക്ഷപ്പെട്ടു. സ്വർഗപ്രവേശനം മാർഗം ലഭിച്ചു. അവർ ജീവിതം കൊണ്ട് ജീവിച്ചവരല്ല. അല്ലാണ്ട് ഒരുപാട് മണിമേടകൾ ഉണ്ടാക്കിയവരോ ഒരുപാട് കാറുകൾ ഉപയോഗിച്ചവരോ ഒരുപാട് സൗകര്യങ്ങൾ ഉപയോഗിച്ചവരോ ജീവിച്ചവരല്ല. അപ്പൊ ആ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആ സ്വർഗപ്രവേശനം ലഭ്യമാകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റാവുന്ന താക്കോലുമായി ആണ് പരിശുദ്ധ റമദാൻ നമ്മളുടെ കഴിഞ്ഞു വരുന്നത്. അതുകൊണ്ട് സൂറത്ത് ആൽ ഇംറാനിലെ ഈ ആയത്തുകൾ അവസാനിപ്പിക്കുന്ന അല്ലാഹുവിനെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന വിശ്വാസി ചിന്തിക്കേണ്ടത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിൽ അല്ലാഹു വെച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാം മതാഉൽ ഗുറൂർ, വഞ്ചിക്കപ്പെട്ട ചരിത്രം. അത് പെണ്ണാവാം, ആണാവാം, ഇലക്ട്രോണിക് ഉപകരണങ്ങളാവാം. ഇവിടെ ദുനിയാവിൽ എന്തെല്ലാം ഭൗതിക സൗകര്യങ്ങളുണ്ട് ഒക്കെ. ഒരു ഷോപ്പുള്ള ഒരാൾ ലേസർ വെച്ച് ഷോപ്പിലുള്ള മുഴുവൻ കാര്യങ്ങളും വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അയാൾ വിചാരിക്കുന്നത് ഞാൻ അത്യാവശ്യം തിരക്കില്ലെന്നുണ്ട്, എനിക്ക് പണിക്കാതെ ചിന്തിക്കാൻ അവിടെ പോകണ്ട, ഞാൻ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നല്ലോ അല്ലേ? തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുമ്പോൾ ഈ ലേസർ കൊണ്ട് വില ഈ അവനെ കിടത്തിയിരിക്കുന്ന അവനുണ്ടാക്കിയ ഈ കല്ലുകൾക്കും ഈ മണ്ണുകൾക്കും മണലുകൾക്കും സിമെന്റിനും കമ്പിക്കും എന്ത് വില കൊണ്ടുപോയില്ലേ? അതിനിടയിൽ ഇത് ദുനിയാവ് വഞ്ചിക്കപ്പെട്ട ചരിത്രമാണെന്ന് പഠിപ്പിക്കാത്ത മക്കൾ കൂടി അത് ഉണ്ടാകില്ലല്ലോ. അവര് പിന്നീട് ഓടും, നമ്മൾ ഓടിയതിന്റെ ബാക്കി ഭാഗം അല്ലെ, പാപ്പോടിയതിന്റെ ബാക്കി ഭാഗം മക്കളോടും അല്ലേ? കാരണം നിലനിർത്തണ്ടേ ഈ കെട്ടിടങ്ങൾ, ഈ കാണുന്ന മുഴുവൻ സ്ഥാപനങ്ങളും നിലനിർത്തണ്ടേ? ഒരുപാട് മാളുകളുണ്ട് ഭാഗത്ത്, ആ മാളുകൾ നിലനിർത്തണ്ടേ? അതിനുള്ള നിർത്തമില്ല. ഓനുണ്ടോ നമ്മളുടെ കവറ് നമ്മൾ കിടക്കുന്നത്? എത്രയോ ആളുകളുടെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ തെക്കേപ്പുറം ഭാഗത്തുള്ള ആളുകൾ, ജീവിച്ചിരിക്കുന്ന ആളുകൾ 10 ആളുകൾ കബർസ്ഥാനത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന തെക്കേപ്പുറം ജീവിക്കുന്ന ആളുകളുടെ പോപ്പുലേഷന്റെ ഉണ്ടാവില്ലേ? സംശയം ഉണ്ടാവില്ല. അത്രയും ആളുകൾ അവിടെ കിടക്കുന്നുണ്ട്. അവരെല്ലാം അല്ലാഹു പരലോകത്തേക്ക് കൊണ്ടുവരും. അള്ളാഹുവിന്റെ കബറിലേക്ക് കിടക്കാൻ പോകാത്ത ആളുകളാണ് നമ്മളാണ് അള്ള പറയുന്നത് കേൾക്കുന്നത്. അവർ കേൾക്കുന്നില്ല, നമ്മളിപ്പോ കേൾക്കുന്നുണ്ട്. അള്ള പറയുന്നു ദുനിയാവിലെ ജീവിതത്തിൽ പറഞ്ഞാൽ ഓർത്തോ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചിക്കപ്പെട്ട ചരക്ക് മാത്രമാണ്. ദുനിയാവിൽ കുറെ കാലം ചെയ്തു നമ്മളെ സൗന്ദര്യം നോക്കി നമ്മൾ സന്തോഷിച്ചില്ലേ? ഇല്ലേ? കണ്ണാടിന്റെ മുമ്പിൽ തന്നെ ഇരുന്ന് അതല്ലേ നമ്മുടെ പിയാപ്പിളമാർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ട് തുണി കഴിച്ചിട്ട് മുഴുവൻ കാണാനുള്ള കണ്ണാടി ഇല്ലേ?
കിടന്നാൽ ഞാൻ കാണാനുള്ള കണ്ണാണ്. എന്താ പറയുക? എന്ത് കണ്ണാടി ഞാൻ പറയുന്നു? എന്താ പറയുക? നമുക്കറിയില്ല. എനിക്ക് കണ്ണാടിയില്ല, നമ്മൾ കണ്ണാടിയില്ല. ഒന്നെ പോലെ എന്താണ് പറയുന്നത് അല്ലേ? ആറാ ഒരുക്കിയിരിക്കുകയാണ്. കബറിന്റെ പോലെ എടുക്കണ്ടേ? വേണ്ടേ? ഏതായാലും നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി. നമ്മളെ യൗവനകാലം പോയി. അത് വഞ്ചിക്കപ്പെടുന്ന തിരക്കായി നമ്മളെ കൈവിട്ട് പോയി. ഇനി നമുക്ക് സമയം എന്താ? നമുക്കൊരു മണിയാണ് വരുന്നുണ്ട് അല്ലേ? ഇവിടെ ആവാൻ എവിടെയുമാണ് എവിടെ വെച്ച് മരിക്കുന്നു, എവിടെയാണ് നമ്മളെ കബറ് നമുക്കറിയാം. അറിയോ? ഏതായാലും പോയേ പറ്റൂ. പോണ്ടേ? പോയാൽ എന്ത് വേണം? നായകൻ രക്ഷപ്പെടില്ലേ? വേണം. സുഹൃത്തിലെ കാരണം ആ രണ്ടിൻ്റെയും താത്പര്യമായിട്ടാണ് പരിശുദ്ധ റമദാൻ അതിഥിയായി നമ്മൾ ആ അതിഥിയെ സ്വീകരിക്കാൻ ശ്രദ്ധിക്കുന്നു. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദുല്ലൂനി അലാ അമലിൻ യുദ്ഖിലു ബിഹിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റാവുന്ന ഒരൊറ്റ അമൽ എനിക്ക് പറഞ്ഞു. ഒരൊറ്റ സ്വർഗത്തിൽ അതിനൊരു വഴി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ റളിയല്ലാഹു പറഞ്ഞു, അലൈക ബിസിയാം, അലൈക ബിസിയാം. 2 പ്രാവശ്യം റസൂൽ ആവർത്തിച്ചു. നോമ്പ് അത് നിനക്ക് സ്വർഗത്തിൽ യാതൊരു സംശയമില്ല. സ്വർഗത്തെത്താണ് അറിയാം. നോമ്പും എല്ലാത്തിനും അറിയാം. പക്ഷെ വെറുതെ പഠിക്കുന്ന നോമ്പ് നമുക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നോമ്പ് നമുക്ക് ഫലപ്രദമായി ലഭ്യമാകണമെങ്കിൽ ലേസസിയാവുന്നതിന് അക്കിലി വർഷമാണ്. ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കലെല്ലാം നോമ്പ്. പകരം എല്ലാ ദുഷിച്ച ചിന്തകളും ദുഷിച്ച പ്രവർത്തനങ്ങളും തമ്മാടിത്തങ്ങളുടെ ചിന്തകളും ഇതൊക്കെ ഒഴിവാക്കിയതിനെ നോക്കാവും. അല്ലാണ്ട് ഭക്ഷണപാനീയം ഒഴിവാക്കിയവർക്ക് നോക്കാവും. നോമ്പ് മുറിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ എന്താ പറയാ, തിന്നാലും കുടിച്ചാലും സംയോഗം ചെയ്താലും അല്ല, ഒരു അസഭ്യം പറഞ്ഞാൽ നോമ്പ നോക്കും. അപ്പൊ എന്തിനാണ് ഈ നോമ്പ് അള്ളാഹു നമുക്ക് നിർബന്ധാക്കിയത്? വിശുദ്ധ ഖുർആൻ 114 അധ്യായങ്ങൾ. ആ 114 അധ്യായങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു പരിശീലനം കളയുകയാണ്. അത് പകർത്താൻ കഴിയണം അള്ളാഹു നമുക്ക് കിട്ടിയത്. അപ്പൊ അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ലേ കുട്ടിക്കാരെക്കുറിച്ച് ചെയ്യാമെന്നില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞു ഖുർആൻ ഒരുപാടായിട്ടുണ്ട്. ഈ യാ അയ്യുഹല്ലദീന ആമനൂ ആണ് ആരെ വിളിച്ചത്? വിശ്വാസികൾ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഒന്നുകിൽ കുറച്ച് തുറന്നായ കാര്യങ്ങൾ ഏൽപ്പിച്ചില്ല, അല്ലെങ്കിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇത് 2 കാര്യങ്ങളാണ് അള്ളാഹു വിളിക്കുന്നത്. യാതൊരു വിളിച്ചാൽ 2 കാര്യങ്ങൾ വിളിക്കുക. ഒന്ന്, ഇന്ന കാര്യം കൽപ്പിക്കുകയോ ചെയ്യും, ഇന്ന കാര്യം വിരോധിക്കുകയോ ചെയ്യും. അത് പറയാനാണ് അള്ളാഹു യാതൊരു അല്ലേ? അപ്പൊ യാതൊരു വിശ്വസിച്ചവരെ കുത്തിപ്പാലിയെ കുറിച്ച് നോമ്പ് അത് പറയാനല്ലേ യാതൊരു വിളിച്ചു. മറ്റിടത്ത് അള്ളാഹു വിളിച്ചതോ യാതൊരു വിശ്വസിച്ചവരെ യാതൊരു ഭൂയൂത്തന്നെ വേറെ ഭൂയൂത്തിക്കും നിങ്ങളുടെ എല്ലാ തൊഴിൽ വീടുകളിൽ നിങ്ങൾ കയറാൻ പറ്റോ? അത് പറയാം. ഒന്ന് അരുതെന്ന് പറയാം, ഒന്ന് ചെയ്യാമെന്ന് പറയാം. ഈ 2 കാര്യങ്ങൾക്കാണ് ഖുർആൻ യാതൊരു ഒന്നുകിൽ ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യേണ്ടത് പറയാം കേട്ടോ. അപ്പോൾ അള്ളാഹു നമ്മോട് പറഞ്ഞത്, നിങ്ങൾ ഒരു ദിവസത്തെ നോമ്പ് അന്ന് സ്വീകരിച്ചതല്ല, നമ്മുടെ ഒരു ദിവസത്തെ നോമ്പ് സ്വീകരിച്ചതെന്ന് ഭയങ്കരമില്ല. ഈ തഖ്വയില്ലാത്ത നോമ്പ് ഒരു കാര്യമില്ല. മഹാനായ അബൂ ഹുറൈറ പറഞ്ഞു, മൻ ദഖല ഖബറ ബിലാ സാദ്, ഒരാളുടെ മയ്യത്ത് ഖബർ ബിലാ സാദിൻ, സാദില്ല. സാദ് എന്താ? നമ്മൾ പറയുന്നത് തസബ്ബതു, നിങ്ങൾ ഭക്ഷണം ഒരുക്കണം. ഫൈന ഖൈറു സാദി തഖ്വ, അല്ലേ? ഏറ്റവും നല്ല ഭക്ഷണം തഖ്വയാണ്. ഹജ്ജിനൊക്കെ പോകുമ്പോൾ പറയില്ലേ, നിങ്ങൾ സാദ് ഒരുക്കണം, യാത്രാ ഭക്ഷണം. അബൂ സിദ്ദീഖ് പറയാണ്, മൻ ദഖല ഖബറ, ഒരാളുടെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചു ബിലാ സാദിൻ, തഖ്വയാകുന്ന ഭക്ഷണമില്ലാത്ത മയ്യത്ത് ഖബറിലേക്ക് വെച്ചു. ഒരുപാട് അയാൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും തഖ്വയുള്ളതല്ല. നിസ്കരിച്ചിട്ടുണ്ട്, ഖിയാം റമദാൻ നടന്നിട്ടുണ്ട്, നോമ്പ് അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്, ഒരുപാട് സദഖ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അയാളുടെ മയ്യത്തിന്റെ സാധായില്ല. കാരണം അയാൾക്ക് മാത്രമല്ല ഈമാനില്ല. അയാളെന്തോ ശ്രമിക്കാൻ വേണ്ടി അയാൾക്ക് സന്തോഷം. അപ്പൊ കുടുംബം പോയിട്ടൊരു സന്തോഷം നമുക്ക് ഇല്ലേ? അള്ളാഹു റസൂൽ പറഞ്ഞ ഭാര്യയ്ക്ക് ഒരു പിടി ഭക്ഷണം കൊടുത്താൽ കൂടിയുന്നത് അല്ലേ? അപ്പൊ ഭാര്യയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, നമുക്കും സന്തോഷമാണ്. ഭാര്യ നിന്നാൻ കൊടുക്കുമ്പോൾ വസ്ത്രം വാങ്ങി കൊടുക്കുമ്പോൾ, കുട്ടിക്ക് ഷവർ വാങ്ങി കൊടുക്കുമ്പോൾ, കുട്ടികൾക്ക് ഷവായ ഇതൊക്കെ പേര് ഇതൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ ഈശ കൈയിട്ട് സന്തോഷം. വണ്ടിയിലൊക്കെ കൊണ്ട് ഇതൊക്കെ വാങ്ങിക്കും അല്ലേ? നമുക്കൊക്കെ ഒരു സന്തോഷം ഇല്ലേ?
ആ സന്തോഷത്തിൻ്റെ വായ്പ നല്ലടിക്കുക പങ്കാളിത്തമില്ല, അല്ലെ അല്ലാതെ വീട്ടിൽ തീരെയില്ല. ഓൾക്കെന്തെങ്കിലും വാങ്ങിക്കൊണ്ടിട്ട് ഓളെ സന്തോഷം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അല്ലേ? അത് കിട്ടുമോ? ഓളെ സന്തോഷം ഈ ദുനിയാവിൽ നിങ്ങൾ മരിക്കുന്ന ഒരു ഭാര്യയുടെ സന്തോഷം കിട്ടുന്നുണ്ടോ? അതൊക്കെ താൽക്കാലികം കിട്ടും, അത് കഴിഞ്ഞാൽ അപ്പം തന്നെ കിട്ടും. സാധാരണ നമ്മൾ പറയാറുണ്ട് പെണ്ണിന് കരയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നിങ്ങളൊരു വൃദ്ധെന്ന് വർത്താൻ പറയുമ്പോൾ അതിൽ വരും പെണ്ണിന് കരയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ പുരുഷന് കരയാൻ ഒറ്റ കാരണമുള്ളൂ, പെണ്ണ്. വേറൊരു കാരണമില്ല. നിങ്ങൾ എന്തെങ്കിലും വേറെ കാരണം കരുതില്ല, നിങ്ങൾ കരുതിയുള്ള ഭാര്യ കാര്യമില്ല. ഭാര്യയ്ക്ക് കരയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, ഭർത്താവിന് കരയാൻ ഒറ്റ കാരണം. എന്താ കാരണം? പെണ്ണെട്ടാക്കുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. എന്താ അഭിപ്രായം? ചോദിക്കാല്ലേ? ചോദിച്ചോളെ. ശരിയല്ലേ? മുഖത്ത് എഴുതി നമ്മൾ ചോദിച്ചാൽ അതുമൊക്കെ അറിയാം, അതറിയാം, അതുകൊണ്ട് അറിയാം. അപ്പോൾ ഞാൻ കുറച്ച് സമയം സംസാരിക്കുന്നത് ഇഷാന്റെ ബാബു നോക്കി നിൽക്കും. അത് മതിയല്ല. കാരണം നമ്മൾ ഈ ചാതുരിപ്പള്ളിയിലുള്ള ആളുകൾ കേട്ടമായി ഉപദേശം കേട്ട ഒരാൾ ഒരു മനുഷ്യൻ ഭൂലോകത്തില്ല, മക്കത്ത് പോലും സംശയിക്കില്ല. കാരണം നമ്മളെപ്പോലത്തെ കോഴിക്കോട് ജില്ലയിലുള്ള ആൾ, അവിടെ ജീവിക്കാൻ കഴിയുന്ന ആൾ, ഞാനിവിടെ ജനിച്ചൊന്നും ഞാൻ അഭിമാനിക്കുന്നു. എന്താ കാരണം വെച്ചാൽ ഒരുപാട് നന്മകളുണ്ട്. പക്ഷെ അതിൻ്റെ പൊറുക്കും നാരായണ രാമന്റെ മരുന്ന് ആൾക്കാരെ വളരെ അനുഗ്രഹീതമായി കുട്ടിച്ച് നിലകൊള്ളൂ. മുകളിൽ താഴ്ചല്ല അല്ലേ? ഒരു കല്യാണം വേണമെങ്കിൽ നമ്മളെല്ലാം കൊള്ളുന്നു അല്ലേ? ഒരാൾ മരിച്ചാൽ മതി, ഇപ്പം അതും പോകുന്നുണ്ട്. മറ്റേ മുമ്പ് മരിച്ചാൽ പോകുന്നു, അങ്ങനെ പോകുന്നത്, മരിച്ചാൽ പോകുന്നത്, മരിച്ചാൽ പോകുന്നത്. മരിച്ചവന്റെ പള്ളിലേക്ക് ബിരിയാണി ചെമ്പ് വരും, 5 10 ചെമ്പ് ബിരിയാണി കൊണ്ട് അവസാനം ആ മരിച്ച വരക്കാൻ അടുത്ത വരക്കാരൊക്കെ വിളിക്കാൻ കല്യാണത്തിന് വിളിക്കുക. ഇത് തീർക്കണ്ടേ? ഒരു ഹൈർ യശൂന്ന് പഠിപ്പിച്ചു. പിന്നെയും സംശയം ചോദിക്കുക, ആ തിരക്ക് നശിപ്പിക്കരുത്. ഞാൻ നിങ്ങൾ കയറാതെ, ഞാൻ കോഴിക്കോട്ടുകാരനായോണ്ട് അഭിമാനത്തോട് പറയും, ഞാൻ നിങ്ങൾ കയറാതെ ദുനിയാവിലാരും കയറാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് ലോകത്തുള്ള ഒരു മതസംഘടനയിലും ഒരു പള്ളിയും ഒരു അറബിക്കോളയും ഒന്നും നിലനിൽക്കില്ല. കോഴിക്കോട്ടില്ല. കോഴിക്കോട്ടുകാരുടെ ശ്രദ്ധയില്ലാത്ത ഒരു സ്ഥാപനം ഭൂമിയിലൊടിയില്ല. അത് എവിടെ ചെന്നാലും ഒരു കൊടുക്കും. അതങ്ങനെ കയ്യാണ്. അതൊന്നും നോക്കാതെ അതെല്ലാം അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് നമ്മുടെ മയ്യത്തിൻ്റെ കൂടെ അള്ളാഹു കൊണ്ടുപോകുന്നതിലും ഇഖ്ലാസോടുകൂടി നമുക്കുള്ള യാത്രാഭക്ഷണമായി കൊണ്ടുപോകാൻ അള്ളാഹു നമ്മുടെ മയ്യത്തിൻ്റെ കൂടെ നൽകുമാറാകട്ടെ. നിങ്ങളുടെ ആമീൻ പോരട്ടെ. ഞാൻ മുസ്ലിയാക്കന്മാർ പറയുമ്പോൾ ആമീൻ അറിയിക്കില്ല. കൽബിൻ്റെ അകത്തളത്തിൽ തട്ടി നെഞ്ചിൻ്റെ അകത്തങ്ങൾ പുറത്തേക്ക് വരണം. ആമീൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെ കൊണ്ട് ആമീൻ പറയിപ്പിക്കല്ല. നിങ്ങളുടെ കൽബറിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് കേൾക്കാൻ പറയണ്ട, നിങ്ങളെ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ. കാരണം അള്ളാഹു പ്രാർത്ഥന കബൂൽ ചെയ്യുന്ന ഏറ്റവും മനോഹരമായ സദസ്സിലാണുള്ളത്. ഇതിൽ നല്ലൊരു സദസ്സം കിട്ടാനില്ല ഉണ്ടോ? ഒരു നിക്കായുടെ സദസ്സിലാ പോയാലും നമ്മൾക്ക് നിക്കായുടെ കുട്ടികൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് ചോറിൻ്റെ മണം വരും. ഇവിടെ ഒന്നും വരുന്നില്ല, ഇവിടെ ഇഷാന്റെ മണം വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് സ്വർഗത്തിലേക്ക്, നമുക്ക് നരകത്തിൽ രക്ഷപ്പെട്ടു. അതിനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണ് വരാൻ പോകുന്ന അതിഥി. സ്വർഗത്തിന് താക്കോലുണ്ട്, നരകത്തിന് താക്കോലുണ്ട്, പാപമാനത്തിന് താക്കോലുണ്ട്, കാരുണ്യത്തിന്റെ താക്കോലുണ്ട്. എല്ലാം അടച്ചിട്ട് താക്കോൽ തരാൻ വേണ്ടി ഒരു അതിഥി വരുന്നു. അതിഥിയെ മനോഹരമായി സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്യാമു ജുന്നത്തു മിനന്നാർ. നോമ്പ് നരകത്തിൽ നിന്ന് മനുഷ്യരെ തടയാനുള്ള പരിചയം. ഇനി ഒരിക്കലും അതിനെ കാര്യമില്ല. ഒരൊറ്റ നോമ്പ് കേട്ടോ. ഞാൻ എൻ്റെ വായത്തിനെ കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ അള്ളാഹു പറഞ്ഞു, വിശ്വാസികൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു ജന്നാത്തുൽ ജീവിതത്തിന്റെ താഴ്ഭാഗത്തുള്ള നദികൾ ഒഴുകുന്ന സ്വർഗ്ഗം. അള്ളാഹു വാഗ്ദാനം, അല്ലാതെ വാഗ്ദാനം അതിന് വിശ്വാസികൾക്കും അതിനൊന്നുമില്ല. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. നമ്മൾ വിശ്വാസിയാകും, നമ്മൾ വിശ്വാസികളാകും, നമ്മുടെ ഈമാൻ ഉള്ളവരായിട്ട് നോക്കുക. അതുകൊണ്ടല്ല റസൂൽ പറഞ്ഞു, മൻ സാമ റമദാൻ ഈമാനോട് നോക്കുന്നു അവിടെ അല്ലാതെ കിട്ടും. അപ്പം വിശ്വാസികൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു സ്വർഗ്ഗം. മസാക്കിന് തയ്യിബ, വിശിഷ്ടമായ താമസ സ്ഥലങ്ങൾ ഈ ജന്നാത്തുകാരിൽ അള്ളാഹുവിന്റെ ശാശ്വതമായ സ്വർഗ്ഗത്തോട്ടിൽ അള്ളാഹു
വിശിഷ്ടമായ താമസ സ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. അതിന് പുറമെ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ തൃപ്തി സ്വർഗത്തിൽ കയറ്റിയ ലക്ഷം, നമ്മളെ സ്വർഗത്തിൽ കയറ്റിയ ലക്ഷം, അതിന് പുറമെ ഏറ്റവും വലിയൊരു തൃപ്തിയുടെ ഒരു ബോക്സും ഉണ്ടാകും. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു സ്വർഗപ്രവേശനം കിട്ടിയ വിശ്വാസികളെയും സ്വർഗത്തിൽ വന്നു. നമ്മൾ അവിടെ വന്നാണ് കാണുന്നത് പോരെ. നേരിട്ടെന്താ വേണ്ടത്? അതൊന്നും ചോദിക്കുന്നതോട് നിങ്ങൾക്കൊക്കെ തൃപ്തിയായോ? എനിക്ക് വേണ്ടി പണിയെടുത്ത് നോമ്പെടുത്ത് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് ഉംറ നിർവഹിച്ച് ഈമാനും തഖ്വയോടുകൂടി ജീവിച്ച് ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ഒരുപാട് തമ്മാടിത്തത്തിൽ മുഴുകുമ്പോൾ അവിടുന്നെല്ലാം ഒറ്റപ്പെട്ട് ജീവിച്ച് കുടുംബത്തിൽ നിന്ന് ബഹിഷ്കരിച്ച് ഭാര്യ വെറുത്ത് ഉമ്മ വെറുത്ത് വാപ്പ വെറുത്ത് ദീൻ ഉൾക്കൊള്ളുമ്പോൾ ഇവരൊക്കെ നമ്മളെ പുറത്താക്കും. ഓരോ കല്ലിലും നമ്മളുണ്ടാവില്ല. നമ്മൾ ദീനില്ലാതെന്നാണ് ഓരോ കല്ലിലും നമ്മളുണ്ടാവില്ല. വേണമെങ്കിൽ ചോദിക്കും, നമ്മളെ ഭർത്താവ് ഒരു ഭാര്യയുടെ കല്ലിൽ ഭർത്താവ് വേണമെങ്കിൽ ഭർത്താവ് ദീനുണ്ടാവും. ഭർത്താവിന്റെ കയ്യിൽ ദീനില്ലാത്ത ഒരു സാധനം. അങ്ങനത്തെ ധാരാളം പെണ്ണുകളിൽ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണ് കാണാൻ വന്ന ഒരു പുരുഷന്റെ എന്താ ഓൾ ആഗ്രഹിക്കുന്നത്? ദീനാണ്. ഇല്ല, ഒരു 2 കിലോ മുടി അല്ലേ, ഒരു ബുള്ളറ്റ് അല്ലേ, ഓൾ ആഗ്രഹിക്കുന്നതല്ല. പിന്നെ അതിന് പുറമെ ഇട്ടാ പൊന്താത്ത വെളുപ്പ്, ഇതൊക്കെ കഴിച്ചിട്ട് കണ്ടാലോ മാർഗം കഴിക്കാൻ ഒസാമാര് പറയുന്ന ഇങ്ങനെ പറയുന്നില്ല. ഒന്നിനും കൊള്ളൂല, മത്താവ് കൊള്ളൂറാണ്. പക്ഷെ ഒരു പെണ്ണിന്റെ മോഹം എന്താ? പെണ്ണിന്റെ മോഹം മുഴുവൻ നല്ല തൊലികൾക്കുള്ള പെണ്ണും അല്ലേ? ഇതാരാ ആഗ്രഹിച്ചത്? ഏറ്റവും കൂടുതൽ ഭംഗി വേണമെന്ന് ആഗ്രഹിച്ച വർഗാരാണ് നസാറാക്കളാണ്. സൂത പറഞ്ഞു, പെണ്ണ് കെട്ടുമ്പോൾ ഭംഗി വേണമെന്ന് പറഞ്ഞ ആൾക്കാർ ക്രിസ്ത്യാനിയാണ്, സമ്പത്ത് വേണമെന്ന് പറഞ്ഞവർ യഹൂദികൾ, ദീൻ വേണമെന്ന് പറഞ്ഞവർ മുസ്ലിങ്ങൾ. നിങ്ങൾ ഏതാ പറഞ്ഞത്? നിങ്ങൾ ഇപ്പൊ മോഹൻകൊണ്ടിരിക്കണേ എന്താ പറയുക? പറയും കിട്ടിയ നമ്മൾ എന്നോട് വിട്ടു ഇതൊക്കെ വെട്ടിയിട്ട് എത്ര കാലമായി കെട്ടാത്തവരും ഇവിടെ കാണുന്നില്ല. ഇവിടെ കെട്ടാത്തവർ കേൾക്കണ്ടേ കേട്ടില്ലേ? ഇസ്ലാം പറഞ്ഞ ഈ ജൂതന്മാർ പറഞ്ഞു 3 ജൂതന്മാർക്ക് വേണ്ടി ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി, അതാണ് ജൂതന്മാർ. ക്രിസ്ത്യാനികൾ പറഞ്ഞല്ലോ എടുത്താപ്പൊല്ലാത്ത വകുപ്പ്. അപ്പൊ നമ്മൾ പറയുന്നോ നമുക്ക് സൗന്ദര്യം എനിക്ക് വേണ്ട. അപ്പൊ ബാപ്പ മോളെ സൗന്ദര്യം നല്ല സൗന്ദര്യം ഉണ്ടെങ്കിൽ മുമ്പ് നോക്കും ഇല്ലേ? പൂച്ച കണ്ണാണ്. പൂച്ചക്കണ്ണാണെന്ന കണ്ണ് താറാറില്ല. പൂച്ചക്കണ്ണ് പറഞ്ഞാൽ എല്ലാ അല്ല കണ്ണ് കൊടുക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കാത്ത കണ്ണ് നല്ല അർത്ഥം അല്ലേ? ചിലവർ പൂച്ചക്കണ്ണാക്കാൻ ക്ലാസ് മറ്റാളുകൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ ചീനി നാടി മണക്കാറില്ല. ഇതൊക്കെ ശരീരല്ലേ? എന്തില്ലേ? കറുത്ത വണ്ടുകൾക്കും പുഴുക്കൾക്കും കാരണം തിന്നാനുള്ള ഈ ശരീരം ഇതിന്റെ മുഴുവൻ ലാഭമില്ല, മറക്കണം. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, സ്വർഗപ്രവേശനം കിട്ടിയ ആളുകൾ സ്വർഗത്തിൽ കയറിയാൽ അള്ളാഹു ചോദിക്കുന്നു, അത് വലിയ തൃപ്തിയായി സ്വർഗത്തിൽ കയറിയോട് പറയും, എന്തിനാണ് റബ്ബേ ഞങ്ങൾ തൃപ്തിപ്പെടാണ്ടിരിക്കുന്നത്? അത് അഴുത്തേക്കന മാനം നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും കൊടുക്കാത്ത അനുഗ്രഹിക്കുന്നവരുടെ ഒരു കലവറയാണ് പറഞ്ഞത്. അത്രമാത്രം അനുഗ്രഹീതമായ സ്വർഗം. ആ സ്വർഗത്തിൽ കയറിയോടെ ചോദിക്കുന്നത് തൃപ്തിയായിരുന്നു. അപ്പൊ നമുക്ക് ഒരു റസൂൽ പറയാം, ആ ആളുകളോട് അല്ല പറയുന്നുണ്ട്, എന്റെ തൃപ്തി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പല അസ്ഹത്തു അലൈക്കും പറഞ്ഞു പോകില്ല. ഇനി ഒരിക്കലും ഒരു നേരം പോലും നിമിഷം പോലും എനിക്ക് നിങ്ങളോട് കോപമുണ്ടാവില്ല. അള്ളാന്റെ കോപം എടുത്തു കളഞ്ഞു. ഇപ്പൊ കോപം അള്ളാന്റെ കോപമാണ് എടുത്തു കളഞ്ഞ എങ്ങനെ സദക്കയിലൂടെ? അതും റമദാൻ കിടക്കുന്നില്ലേ? അള്ളാന്റെ കോപത്തെ എടുത്തു കളയാനാണെങ്കിൽ നമ്മുടെ നേരെ അള്ളാന്റെ കോപം എടുത്തു കളയാനാണെങ്കിൽ സദക്ക. സ്വർഗത്തിൽ തന്നെയോട് പറയാം, ഒരിക്കലും എൻ്റെ ഒരു കോപവും നിങ്ങളുടെ മുമ്പിലുണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മയ്യത്ത് മഹാനായ അബൂഹുറൈറ പറഞ്ഞ വാക്കുകളുടെ കൂട്ടി പോട്ടെ.
അദ്ദേഹം പറഞ്ഞു, മൻ ദഖല ഖബറ ബിലാ സാദിൻ, ഒരു മയ്യത്ത് ഖബറിലേക്ക് വന്നു തഖ്വയാകുന്ന യാത്രാഭക്ഷണം ഇല്ലാതെ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? റസൂൽ ഉപമിച്ച് കേട്ടത് ഇവിടെ കടലാണ്, ഒരു മനസ്സിലാവും. ഫകഅന്നമാ റകിബൽ ബഹ്റ ബിലാ സഫീന, ഒരു കപ്പലും ഒരു തോണിയും ഒരു യാത്രാ സൗകര്യങ്ങളും ഇല്ലാതെ കപ്പലിൽ കുടുങ്ങി, സമുദ്രത്തിൽ കുടുങ്ങി. ഒരു തോണിയില്ല, ഒരു കപ്പലില്ല, അതൊന്നുമില്ലാത്ത ഒരാൾ കടലിൽ കുടുങ്ങിയാണുണ്ടാവും. അതുപോലെ കബറിൽ തത്വമില്ലാത്ത മയ്യത്താണ് മറക്കാൻ. നിങ്ങൾ വീട്ടിൻ്റെ മുമ്പിൽ നിങ്ങൾ എഴുതി വെക്കണം, എൻ്റെ മയ്യത്ത് കടലിൽ കപ്പൽ ഇല്ലാതെ ഒരു തോണിയും ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരു മയ്യത്തായിട്ട് എൻ്റെ മയ്യത്ത് ഈ ഖബർസ്ഥാനിലേക്ക് പോകുന്ന മയ്യത്ത് അല്ലേ അല്ലേ. അതിനായി അല്ലാഹു നിർണ്ണയിക്കുമാറാണ്. കാരണം കടലിൽ ഉള്ള സമയത്ത് നമ്മൾ ഒരു തോണിയോ ഒരു കപ്പലോ ഇല്ലാതെ എങ്ങനെ നിൽക്കും? അപ്പോൾ ആ ഖബറിനെ സ്ഥിതിയാക്കി നിൽക്കും. ഇന്നലെയും ഞാനൊക്കെ പറഞ്ഞ ഒരാൾ ഒരുപാട് ആൾക്കാർ ഇടപെട്ടാക്കില്ല. എൻ്റെ പ്രിയപ്പെട്ടവരായ ആളുകളാകാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരാകാം, നമുക്കൊരുപാട് സ്ഥലത്തിറങ്ങുന്നവരാകാം അല്ലേ. നമ്മളൊക്കെ പറയുമ്പോൾ സ്ഥലത്ത് ആരും അറിയാതെ കൊടുത്ത ആൾക്കാർ വരെ പോയി, ഒരു കുട്ടി പോലും അറിയാം. ഞാനൊരാളെ നിയന്ത്രിക്കുന്നു ചോദിച്ചാൽ നിങ്ങളും ചിലപ്പോൾ നിങ്ങൾ മനസ്സോട് നിയന്ത്രിച്ചു അല്ലേ. നല്ല നല്ല മനുഷ്യന്മാരുണ്ട് ഭൂമിയിൽ. അവരൊക്കെ രാത്രി കൊടുത്ത സദക്കയോ അല്ലെങ്കിൽ അവർ കൊടുത്ത സക്കാത്തോ അവർ കൊടുത്ത ഒരു നന്മയും അവരാരോടും പറഞ്ഞിട്ടില്ല. ആരും അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച ആളുകളുണ്ട് അല്ലേ. അവരും പോയി അടുത്ത ദിവസങ്ങളിലായിട്ട് ഏതായാലും അവരുടെ കബടവും നമ്മുടെ കബടവും അവർ മുൻകാലമാണ്. പ്രാർത്ഥന കൽപ്പിൻ്റെ അകത്താണ് വരുന്നത്. എനിക്ക് സത്യത്തോട് നിൽക്കുന്നതിന് പ്രയാസമാണ്, തളർച്ച ഇനി അടുത്ത് ഈ റമദാൻ ഇപ്പം നമ്മൾ ഉണ്ടാവും, പറയാൻ പറ്റില്ല. അയ്യോ പറയാൻ കഴിയും. ഇന്ന് നാളെ നേരം നടക്കുമ്പോൾ സുമേഷിലേക്ക് നമ്മൾ ഉണ്ടാവും, പറയാൻ കഴിയില്ല. ഒരു ഉറപ്പില്ലാത്തൊരു ജീവിതത്തിലാണ് നമ്മൾ അല്ലേ. അപ്പം അതുകൊണ്ട് സദാസമയവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തത്വയോടുകൂടി പണിയെടുത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ, അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മോട് പറയണമെന്ന് എന്ത് പറയണം? അള്ളാഹു നിന്ന് തൃപ്തിയായോ? പടച്ചോനെ, ലോകത്ത് ആ ഒരു സിദ്ധിയും കൊടുക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ വിളമ്പി അള്ളാഹു ഇനി ഞങ്ങൾക്ക് എന്ത് തൃപ്തികേടാണ് അള്ളാഹു എന്ന് പറയുന്ന ആ സ്വർഗസ്ഥന്മാരാണ് അല്ലേ. ഞാനിപ്പോൾ റമദാന്റെ ബാക്കി കാര്യങ്ങൾ പറയാൻ കാരണം ഇതിനേക്കാളും പത്തായിരത്തി എണ്ണിക്കണം അല്ലേ, നോമ്പൊക്കെ തുറക്കണം, അതൊക്കെ നമുക്കറിയാം. അതിലൊരു വിശദീകരണം ആവശ്യമാണ്. എന്നാൽ നോമ്പിൻ്റെ സമയത്ത് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും അതിനായി ഒരുങ്ങണം. അതിഥി വരുന്നത് ഒരുപാട് സമ്മാനവുമായിട്ടാണ്. എന്തൊക്കെയാണ് സമ്മാനം? ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. സ്വർഗത്തിൻ്റെ താക്കോലുണ്ട്, നരകത്തിൻ്റെ കൂട്ടിയ താക്കോലുണ്ട് അല്ലേ. ഇനി തുറക്കണാക്കണേ നമ്മൾ തീരുമാനിക്കാം. പിന്നെ നമ്മൾ എന്താണ്? പാപമോചനത്തിൻ്റെ താക്കോൽ അടച്ചു വെച്ചിരിക്കുക. നിങ്ങളുടെ ഒരു പാപം അത് അടച്ചിട്ട് അതിലാക്കുക. ഇനി തുറക്കണേ പോലും അല്ലേ. കാരുണ്യത്തിൻ്റെ താക്കോൽ, ഇതൊക്കെ അള്ളാഹു ഈ അതിഥി നമ്മൾ കൊടുക്കുന്നു. ആ അതിഥിയെ വേണ്ട വിശ്വസിക്കുക. ഇനി മാത്രമല്ല, ഈ നോമ്പ് നോറ്റ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ചെയ്ത് ഇത് ആത്മാർത്ഥവും നിഷ്കളങ്കവുമാണെങ്കിൽ നമ്മൾ നാളെ എവിടെ ഉണ്ടായാലും അള്ളാഹു സിദ്ദീഖീങ്ങൾക്കും ശുഹദാക്കന്മാർക്കും ഒരുക്കിയിരിക്കുന്ന സുഹൃത്താണ്. ആഗ്രഹിച്ചൂടെ? മനസ്സുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചൂടെ അല്ലേ? അള്ളാഹു സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കന്മാരുടെയും കൂടെ സ്വർഗപ്രവേശനം ലഭ്യമാകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും കൊടുത്തുമാറാണ്. അള്ളാഹു റസൂലിനോട് സഹാബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ശഹിദ്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ കൃത്യമായി അർത്ഥവും ആഴവും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ശിർക്കുമില്ലാതെ ഞാൻ ജീവിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ 23 കൊല്ലക്കാലം ദീനായി പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വാർത്താൻ അംഗീകരിച്ചു. ചിലപ്പോൾ കുറച്ച് വിട്ടുപോയിണ്ടാകും. പരമാവധി അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും ജീവിതത്തിൽ വസല്ലൈത്തുൽ ഹംസ, 5 നേരത്തെ ഫർദ് നമസ്കാരം നിർവഹിച്ചു. വഅദ്ദൈതു സകാത്ത്, തന്ന സമ്പത്തിന് കൃത്യമായി സക്കാത്ത്. വസുംതു റമദാൻ, റമദാനിൽ നോമ്പ് നോക്കി. വകുന്തു, അതിന്റെ രാവുകളിൽ നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ചെയ്താൽ അത്രയും കിട്ടുള്ളൂ, അത്ര ചെയ്താൽ ഞാൻ ഉണ്ടാവും. റസൂലുള്ളാഹിന്റെ മറുപടി, സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കന്മാരുടെയും കൂടെ സ്വർഗ്ഗത്തിലുണ്ടാവും.
അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയെങ്കിലും ചെയ്ത് ആ പ്രതിഫലം വാങ്ങാൻ കഴിയുന്ന തൗഫീഖ് ലഭ്യമാകുന്ന മുത്തഖീകളിൽ അള്ളാഹു എന്നെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അള്ളാഹുവിൻ്റെ അവർണ്ണീയമായ സ്വർഗ്ഗത്തോപ്പിൽ അള്ളാഹു ഇടം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും അള്ളാഹു നമുക്കെല്ലാം മാപ്പാറ്റുമാറാകട്ടെ. ജീവിതത്തിൽ ഇതുവരെ വന്നുപോയ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു വെച്ച എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്യുകയും ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും മാപ്പ് നൽകുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിയാറുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തിയാകട്ടെ. ആരോഗ്യമില്ലാതെ നിരവധി രോഗങ്ങളുമായി കഴിയുന്ന ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. ഇതുവരെ മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടി റമദാനിൻ്റെ പകലുകളിലോ രാത്രികളിലോ മരണം അള്ളാഹു വീശിയിട്ടുണ്ടെങ്കിൽ ആ മാസത്തിൽ മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാന്റെ കോടതിയിൽ എത്തുമ്പോൾ വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈമാനോടുകൂടി തഖ്വയോടുകൂടി നമസ്കരിക്കാനും നോമ്പ് നൽകുവാനും സദഖ നിർവഹിക്കുവാനും സക്കാത്ത് കൊടുക്കുവാനും എല്ലാ ധാർമ്മിക നന്മകളിലും പങ്കുകൊള്ളുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ഇറക്കിയ മാസം എന്ന നിലക്ക് പരിശുദ്ധ റമദാനിനോട് നീതി നടത്തുമ്പോൾ നമുക്ക് വേണ്ടി അല്ലാഹു റസൂൽ അതേപോലെ അസ്സൗമു വൽ ഖുർആൻ യശ്ഫഅാനി യൗമൽ ഖിയാമത്ത് നാളിൽ നമ്മുടെ തെറ്റുകൾക്ക് പടച്ചോനെ മാപ്പ് കൊടുക്കണേ എന്ന് പറയാൻ ശുപാർശ പറയാൻ നമ്മുടെ ഖുർആൻ വായനയും ഖുർആൻ പഠനവും അതോടൊപ്പം നമ്മുടെ നോമ്പും നാളെ പരലോകത്ത് വരും. അങ്ങനെ നമ്മൾ വന്നുപോയ തെറ്റുകൾ ഈ രണ്ട് ശക്തിമത്തായ ഈടുറ്റ ഈ കർമ്മങ്ങളുടെ ഫലത്തിൽ അള്ളാഹു നമുക്ക് ശഫാഅത്ത് നൽകാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയപ്പെട്ട ദാസന്മാരായി ജീവിച്ചു കൊണ്ടിരിക്കാൻ അള്ളാഹു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا انك انت السميع الدعاء وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين.